എന്തുവാടാ നീക്ക് നേരം ഇടങ്ങാറാണല്ലോ. ഡാ ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നിന്റെ നപ്പും ചിപ്സും ഇവിടെ വേണ്ട, നീ സ്ഥലം കാലിയൊക്കെ താൻ കണ്ടിട്ട് പലവരെ തുടക്കത്തിലെ റോങ്ങടല്ലേ. ഇത്രയും കാലം കൊണ്ടുവന്നൊരു സാധനം വിളിച്ച് റേഞ്ച് കൂട്ടിയതാണ്. വേറെ കല്ലാട് മോനെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ? ആ വലിയ ഭംഗിയൊന്നുമില്ല. അയ്യ ഇത് ചെങ്കല്ലാണ്, സോറി കരിങ്കല്ലാണ്. ഇത് പിടിച്ചേ പൊടി ചെല്ലു. ഓ അവിടെ ഇത് കരിങ്കല്ലും ചെങ്കല്ലും കണ്ടല്ല, ഇതൊരു കായാണ്. കല്ലാണോ കായാണോ ഇത്? അങ്ങനല്ല കല്ല് കല്ലുമ്മക്കായാണോ? നീ എന്താ കാളവണ്ടി ഓടിക്കുന്നു? മര്യാദയ്ക്ക് പണി എടുക്കടാ. എന്തോ ഇത് ഉലുക്ക, ഇതിന്റെ പേരാണ് ഉലുക്ക. ഉലുക്കച്ചൊക്കെ ഇവിടെ വേണ്ട, നീ എടുത്തോണ്ട് പോ. നിക്ക് അത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, ചിലപ്പോ വിറ്റു. ഇതുപോലെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്ന ട്രാഫിക് പോലീസുകാരൻ അവിടെ നിന്ന് ചിലരിക്കുന്നത്. മൊറോക്കൻ കർഷകൻ എന്താ വേണേലും അതവിടെ നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. പ്രയോജനത്തിനായിരുന്നു നീ പറയണ്ട. ആ സാധനം അതേ ഇരിക്കണേ, അതിവിടെ വാങ്ങിച്ചു വെച്ചാൽ പച്ച പിടിക്കും, ഭയങ്കര ഭാഗ്യം. ഇല്ലാത്ത കാശ് കടം വാങ്ങി വാങ്ങിച്ചു വെച്ചാൽ പച്ചത്തല, അതുകൊണ്ട് ഇവിടെ യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കണേ എന്തുകൊണ്ടാണ് പ്രയോജനമുള്ളത്? പ്രയോജനം ഇല്ലല്ലോ, നിന്നെ പോലെ ഉപദ്രവം ഇല്ല. എന്റെ പൊന്നു മാറ്റി ഇവിടെ നോക്ക്, തെങ്ങനെ പോയി 10,000 രൂപ കിട്ടും. എനിക്കൊരു 5 രൂപ നമ്മൾ സെറ്റാ. 10,000 രൂപ ഒലക്കെ കട തള്ളി താഴെ ഇടും. എന്റെ ഭാര്യ വില കുത്തി കയറിട്ടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ ഫ്രീഡാണ് കൊടുത്തോളാം. എന്നാ നീ കൊടുക്ക്. പൊന്നു മാറ്റി നോക്കി എങ്ങനെ പോയി 10 രൂപ കിട്ടും. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ സാധനം ഇവിടെ ഇരിക്കട്ടെ. ഇത് വിറ്റ് കഴിഞ്ഞ് 10,000 രൂപ കിട്ടി കഴിഞ്ഞാൽ നിന്റെ കാശ് ഞങ്ങൾ തരും. ഞാൻ അതെന്തൊക്കെ അപൂർവം 5 രൂപയെങ്കിലും എന്താടോ? 5 അല്ലേ? 5 രൂപ. അതെ നീ കഴിഞ്ഞ 5,000 വിറ്റു എന്ന് ഉറപ്പ് പറഞ്ഞ് ഇവിടെ കൊണ്ടുവച്ച സാധനം അല്ലേ? ഇത് എടുത്തോ, 5,000 എടുത്തോ. അല്ല ഇതിവിടെ ഇരിക്കട്ടെ. അതായിരിക്കും നിനക്ക് നല്ലത്. ഞാനെന്നാ തെറിക്കണേ, ഞാൻ വിളിക്കാം. തെറിക്കോ ചീറ്റോ എന്തെങ്കിലും ചെയ്യും. കുറച്ച് ഫ്രഷ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടിട്ടൊരു സൗന്ദര്യമൊക്കെ ഉണ്ടേക്കാ. വരവ് വെച്ച് സാറിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? എന്നാ പോയി 2 ചായ വാങ്ങിച്ചിട്ട്. നീ എന്തൊരു അടിമകളോട് പെരുമാറുന്ന പോലെ നീ ഇവിടെ 3 ചായ കുടിച്ചിട്ടുണ്ടോ? അവനും കുടിച്ചോട്ടെ പാവം. ഹലോ, ഞാൻ ആദ്യം പോയി ഒരു ചായ കുടിക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചായ പറയാം. നിങ്ങൾ വേണേ വന്ന് കുടിക്ക്. ബിലാഡി ഫൗൾസ് ഇവനെ വെക്കണം, ഞാൻ എറിഞ്ഞു വരും. എന്നാ കൊല്ലി. ഇതെന്തുവാടാ നങ്കുരു? നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ആണല്ലേ, കാണാനും കൊള്ളാം. അതാ ഞാൻ പറഞ്ഞത്, ഒരു അടിപൊളി സാധനം. നമുക്ക് ഇത് സക്കറിക്കൊന്നും കൊണ്ട് കാണിച്ചാലോ? എന്തായിരിക്കണല്ലേ സാധനം ഉടമത്തെ ഇതിനാണ് 2-3 ദിവസത്തോടെ താൻ കിടന്ന് 150 തവണ വിളിച്ചോണ്ടിരുന്നത്. എൻ്റെ പെണ്ണുമ്പോൾ പോലും എന്നെ അങ്ങനെ വിളിക്കൂലല്ലോ. മലാക്കെ താൻ എന്നെ ഇനി എത്ര തവണ കിടന്ന് വിളിച്ചാൽ എനിക്ക് തന്നോട് ഒരു കാര്യമേ പറയുള്ളൂ. ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. തനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അത് കിട്ടണമെങ്കിൽ താൻ ഇത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ തനിക്കൊരു വിചാരമുണ്ട്, ഞാൻ തൻ്റെ കോൾ കൊടുക്കാതെ തന്നെ പേടിച്ച് ഈ ബോട്ടിനകത്തൊന്ന് വിളിച്ചിരിക്കണമെന്ന്. എന്നാൽ അതല്ല, ഇത് എൻ്റെ ഏരിയ ആണ്. എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തൻ്റെ ഡീല് മാത്രമല്ല എൻ്റെ തലയ്ക്കകത്ത്. താൻ അതൊന്നും മനസ്സിലാക്കുക. പണ്ടൊക്കെ ബിരിയാണിക്ക് അത്ര മുട്ട വെക്കുമായിരുന്നു. ഇപ്പോൾ മുട്ടയും ഇല്ല, വിലയും കൂട്ടി. പഴം കഴിച്ചാൽ എനിക്ക് സാധനം വേണം.